സോഫ ചീത്തയാക്കുന്ന നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഉമ്മ പറയുന്നത് നിങ്ങൾ മഞ്ഞടക്കം നിങ്ങളെ വിളിക്കുമ്പോൾ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ? പാരന്റ്സ് വിളിക്കുമ്പോൾ അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്യണ്ടേ? നിങ്ങൾ മൊബൈലിൽ കളിക്കുന്നതാണെങ്കിൽ തന്നെ എന്തിനാണ് 1 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറയുന്നത്? വന്ന് ചോദിച്ചിട്ട് ഉമ്മ എന്താ പറയുന്നത്, ഉപ്പ എന്താ പറയുന്നത് നോക്കിയിട്ട് അങ്ങ് പോയാൽ പോരെ. ഇനി വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ റെസ്പോണ്ട് ചെയ്യാം. നീ റെസ്പോണ്ട് ചെയ്യാം. മൻഹ, നീ റെസ്പോണ്ട് ചെയ്യില്ല. നിങ്ങൾ കാണിക്കുന്നതാണ് ഇവർ രണ്ടാളും പഠിക്കുക. നിങ്ങളെ കോപ്പി ചെയ്യുക. അതുപോലെ വരും. മനസ്സിലായ? ആയി വിട്ടോ, പഠിച്ചു. അത് നീ പോത്തെ ചെല്ല്, നെയ്യും ചെല്ല്. സംഭവം കുട്ടികളെ 2-3 പ്രാവശ്യം നമ്മൾ വിളിച്ചു കഴിഞ്ഞാലാണ് അവർ പറയാ ബാപ്പ 1 മിനിറ്റ്, അല്ലെങ്കിൽ ഉമ്മ 1 മിനിറ്റ് എന്നുള്ള ഒരു റെസ്പോണ്ട്. ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് കോവിഡ് സമയത്ത് ഞാൻ കൂടുതൽ ഫോണിൽ ഇൻവോൾവ് ആയി. ആ സമയത്താണ് ഫോണിലൂടെ തോട്ട്സുകൾ ഷെയർ ചെയ്യൽ, എൻ്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ ഉപയോഗിച്ചിരുന്നു. ആ സമയത്ത് ഫുള്ള് ഞാൻ തന്നെയായിരുന്നു എഡിറ്റ് ചെയ്യൽ. അപ്പോൾ കൂടുതൽ സമയം ഈ എഡിറ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പം കുട്ടികൾ എന്നെ വന്ന് എന്തെങ്കിലും പറയും എന്നോട്, ബാപ്പ എന്ന് പറഞ്ഞിട്ട് മാറ്റർ പറയാൻ വരുമ്പോൾ ഞാൻ ഇതിൽ ഫോക്കസ് ആയിരിക്കും. അപ്പം കുറേ ഇവരിങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ട് മക്കളെ 1 മിനിറ്റ് എന്ന് ഞാൻ പറയാം. എൻ്റെ ഒരു ഡയലോഗാണത്, 1 മിനിറ്റ് എന്നില്ല. അതുപോലെ തന്നെ അവരിപ്പോൾ നമ്മളോട് 1 മിനിറ്റ് വാപ്പ അല്ലെങ്കിൽ 1 മിനിറ്റ് ഉമ്മ എന്ന് പറയാൻ പറയും. ഞാനിപ്പോൾ ഉപദേശിച്ചവരോട് അങ്ങനെ പാടില്ല. ഈ ഉപദേശം അവർ 0.5% എടുക്കണമെന്നില്ല. മൂത്തവർ കാണിച്ചു കൊടുക്കുന്നത് അതുപടി ഇളയവർ പകർത്തുമെന്ന് പറയുന്നത് വളരെ ശരിയാണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു അറിവാണ്. പക്ഷേ ആ അറിവിൽ നിന്നും ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കാണിക്കുന്നത് മാറ്റണം എന്നൊരു തിരിച്ചറിവ് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിരുന്നത്. കാരണം ഇനി ഞാൻ അവരെന്നെ വിളിക്കുമ്പോൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് അവരും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ആദ്യം മാറിയാലേ അവർ മാറൂ എന്നൊരു തിരിച്ചറിവ്.